ദേശീയപാത 85-ൽ നേര്യമംഗലം മുതൽ വാളറ വരെ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ തടസ്സം നീക്കുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. BJPയും ചില കപട പരിസ്ഥിതിവാദികളും ചേർന്ന് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രൂപം കൊണ്ടത്. ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉത്തരവിന്റെ വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് ചില ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായി സമരം നടത്തുന്നത്. നിലവിലുള്ള റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്നും CB വർഗീസ് അടിമാലിയിൽ പറഞ്ഞു. ഏതാണ്ട് 13 കിലോമീറ്റർ ദൂരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില തടസ്സങ്ങളുണ്ടായി. അതെല്ലാം മാറ്റുന്നതിന് വേണ്ടി വനം വകുപ്പ് തടസ്സം മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തി. BJPയും കപട പരിസ്ഥിതിവാദികളും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് കോടതിയിലേക്ക് കേസെത്തിയത്. കോടതിയിലെ കേസ് ഗവൺമെൻറ് വാദം കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി ചീഫ് അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഹാജരായി നിലപാടെടുത്തു. ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ വനം വകുപ്പിൻ്റെ ഏതെങ്കിലും നാളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വനം വകുപ്പിൻ്റേതാണെന്ന് സാധൂകരിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായാൽ ഇന്ന് അനുമതി കൊടുക്കുന്ന ചീഫ് സെക്രട്ടറി ഉത്തരവാദിയായിരിക്കുമെന്നാണ് ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായൊരു സർക്കാർ സർവീസിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അത്ര ഉള്ളൊരു വിധിയെ മറികടന്നുകൊണ്ടുള്ളൊരു തീരുമാനമെടുക്കാൻ സർവ്വസാധാരണ ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവില്ല. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ചില ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായി സമരം നടത്തുന്നത്. ആ സമരത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA യോഗം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു. നിലവിലുള്ള റോഡുകൾ പണിയുന്നതിന് വേദന വ്യാപ്തി മറ്റു വിഭവത്തിലുള്ള നാഷണൽ ഹൈവേ സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. രണ്ട് രൂപത്തിലുള്ള തീരുമാനമാണ് ഇത്തരത്തിലുള്ള. ഒന്ന്, ആ റോഡിൻ്റെ ഇപ്പോൾ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നത് പുനരാരംഭിച്ച് സമയബന്ധിതമായി പൂർത്തീകരിച്ചു. 100 മീറ്റർ എന്നുള്ളത് സംബന്ധിച്ചുള്ളത് വീണ്ടും കോടതിയുടെ പരിഗണനയിലും മറ്റു കാര്യത്തിൽ സംബന്ധിച്ച് തീരുമാനമുണ്ട്. അതനുസരിച്ച് സമയബന്ധിതമായ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തും. അവിടെ നിർമ്മാണം നടത്തുന്ന സന്ദർഭത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ആ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വനം മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി നിലവിലുള്ള റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നിലപാട് സ്വീകരിക്കും. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് നിലപാടെടുക്കാൻ